ചെയ്യാത്ത ജോലിക്ക് കാശ് വാങ്ങാൻ വേണ്ടി ബസ് വടകരയ്ക്ക് പോകുന്ന ഒരു ബസ് കോഴിക്കോട് വരെ പോയിക്കൊണ്ടിരുന്ന സാധാരണ സൂപ്പർ ഫാസ്റ്റായി പോയിരുന്നപ്പോൾ ഈ പറഞ്ഞ പോലെ 100-108 സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്ന സമയത്ത് വണ്ടി കൃത്യമായി എത്തുമായിരുന്നു. 48 സ്റ്റോപ്പായി കുറച്ചപ്പോൾ ആ വണ്ടി 4 മണിക്കൂർ വൈകി എത്തി എന്നൊരു വാർത്ത മാതൃഭൂമിയിൽ കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സർവീസ് നിർത്തൽ ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, അത് ആ സർവീസ് അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢശ്രമമുണ്ട്. കാരണം ഏതൊരു സാധാരണക്കാരനും കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാം. 108 സ്ഥലങ്ങളിൽ നിർത്തിയിരുന്ന വണ്ടി 49 സ്ഥലങ്ങളിലേക്ക് ചുരുക്കിയപ്പോൾ 4 മണിക്കൂർ വൈകി എത്തിയെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഗൂഢലക്ഷ്യം ജോലി ചെയ്യാതെ പണം വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി, സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ആ സർവീസ് ജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്നുവെന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തതുകൊണ്ട്, ചാനൽ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് അപ്പോൾ തന്നെ ആ സർവീസ് അവസാനിപ്പിച്ചു. കാരണം അങ്ങനെ ഒരു അസൗകര്യം ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ KSRTC ആഗ്രഹിക്കുന്നില്ല. കോഴിക്കോട് വെച്ച് ആ സർവീസ് കട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ സമയത്ത് കറക്റ്റായിട്ട് കോഴിക്കോട് എത്തുന്നുണ്ട്. വടകരയിലേക്ക് സർവീസ് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോടും വടകരയ്ക്ക് ഇടയിലെത്താൻ 4 മണിക്കൂർ സമയം അധികം എടുക്കുന്നു എന്ന് പറയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ്, യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കലാണ്. അപ്പോൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം പരിപാടികൾ നമ്മൾ മാധ്യമങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ വണ്ടി കോഴിക്കോട് വെച്ച് നിർത്തിയത്. കോഴിക്കോട് വെച്ച് നിർത്തിയതിൻ്റെ ഉത്തരവാദിത്തം 108 സ്റ്റോപ്പിൽ നിന്ന് 49 സ്റ്റോപ്പിലേക്ക് കുറച്ച വണ്ടി 4 മണിക്കൂർ വൈകി കൊണ്ടുവന്ന ആ ഡ്രൈവർക്കും കണ്ടക്ടർക്കും തന്നെയാണ്. വടകരക്കാർക്ക് ആ വണ്ടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി മറ്റാരുമല്ല, ഈ ഡ്രൈവറും കണ്ടക്ടറുമാണ്. അവർക്ക് എന്താണ് ഈ കോഴിക്കോടിനും വടകരയ്ക്കും ഇടയ്ക്ക് ഒരു ബസ് ഓടിയെത്താൻ 4 മണിക്കൂർ എടുക്കുന്നത്? ഇപ്പം കോഴിക്കോട് എത്തുന്ന കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ട് അതേ വണ്ടി. അപ്പോൾ ആ 4 മണിക്കൂർ വടകരയിൽ നിന്ന് കോഴിക്കോട് എത്താൻ 4 മണിക്കൂർ എടുക്കുന്ന ആ ഒരു വൈദഗ്ധ്യം എന്താണ്? ആ വൈദഗ്ധ്യമാണ് ആ ബസ്സിനെ നഷ്ടപ്പെടുത്തിയത് വടകരക്കാർക്ക്.